മൈലേജ് കിങ് 22 കിലോമീറ്റർ ഏറ്റവും ചുരുങ്ങിയത് കിട്ടും. മൈലേജ് കിട്ടും. VXi ആണ്. ഇതിന്റെ പ്ലസ് പോയിന്റ് 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി. ടയർ ഭാഗങ്ങളെല്ലാം പക്ക. ഫുൾ കവർ ഇൻഷുറൻസ്, സ്പെയർ കീ, സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രോപ്പർ സർവീസ് പോയിക്കണം. ഒരു പോളിഷ് പോലും ചെയ്യാത്ത നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. നമുക്ക് 2,10,000 രൂപ കൊടുക്കാം. 2,10,000 7 സീറ്റർ വണ്ടി കേട്ടോ. ഇത് ആസ്ത എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഓക്കെ, കമ്പനി അലോയ് ഒക്കെ വരുന്നുണ്ട്. കമ്പനി അലോയില് ബാക്ക് വൈപ്പർ, മിറർ ഫോൾഡിങ്, എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്നത് ഫുൾ ഓപ്ഷൻ. 2017 മോഡൽ VX ടോപ്പ് എൻഡ്. 25,000 രൂപ ഫൈനൽ കൊടുക്കാം. ഇത് നമുക്ക് ഒരു ഫുൾ ഫിനാൻസിനടുത്ത് ചെയ്യാവുന്ന വണ്ടിയാണ്. 44,000 കിലോമീറ്റർ VXi ഓട്ടോമാറ്റിക്. 44,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 3 ലക്ഷം രൂപയ്ക്ക് 6 സീറ്റർ വണ്ടി കേട്ടോ. 2018 ലാസ്റ്റ് വണ്ടിയാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷം പെരുമ്പാവൂർ കാസിൽ എത്തിയിരിക്കുകയാണ്. അല്ലേക്ക നമ്മുടെ ഷിയാസൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂർ, എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മലമുറി സ്ഥലത്താണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിനേക്കാളും ഒരുപാട് വണ്ടികൾ മാറി കയറിയിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് കുറെ വന്നിട്ടുണ്ടല്ലോ. 85% പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. ഫിനാൻസ് ഒക്കെ എങ്ങനെ ഫിനാൻസ് കിട്ടുന്ന ഫിനാൻസ് വണ്ടികളേ ഉള്ളൂ. 1-2 വണ്ടികളാണ് ചെറിയ വണ്ടികളുള്ളത് അല്ലേ. അപ്പോൾ ചെറിയ വണ്ടിയുണ്ട്, വലിയ വണ്ടിയുണ്ട്, പിന്നെ ടാക്സി വണ്ടിയൊക്കെ ഉണ്ടെന്നുള്ളത്. ടാക്സി വണ്ടികളുണ്ട്, ഡിസയറൊക്കെ ഉണ്ട്. അപ്പോൾ വലിയ വണ്ടി, ചെറിയ വണ്ടി, എല്ലാ കാറ്റഗറി വണ്ടികളും ഉണ്ട്. നമ്മൾ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. നമുക്ക് തുടങ്ങാം. ചെറുതിൽ തന്നെ തുടങ്ങാം. ആദ്യം ഇവിടെ കിടക്കുന്ന ഒരു ഓൾട്ടോയാണ്. ഓൾട്ടോ LXi. ഏതാ മോഡൽ? 2010 മോഡൽ, 11 രജിസ്ട്രേഷൻ, പുതിയ പേപ്പറാണ്. ഓക്കെ, പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, പുതിയ റീടെസ്റ്റ്. ഓക്കെ, 3rd ഓണർഷിപ്പ് ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന മോഡലാണ്. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ, നമുക്കൊരു 1.25 ലക്ഷം രൂപ കൊടുക്കാം. 1.25 അല്ലേ? 5 വർഷത്തെ പേപ്പർ ഉള്ള വണ്ടി. ഇനി 30 വരെ പേപ്പർ, 31 വരെ പേപ്പറുള്ള വണ്ടിയാണ്. 1.25 അല്ലേ? 1.25 കൊടുക്കാം. LXi ആണ്. 1,25,000 ആണ് റേറ്റ് വരുന്നത്. ഫിനാൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഫിനാൻസ് ചെയ്യാൻ പറ്റില്ല. ഇത് റെഡി ക്യാഷ് എടുക്കേണ്ടി വരും. അപ്പൊ അടുത്തത് ഒരു വാഗണർ. അടുത്തൊരു വാഗണറാണ്. 13 മോഡൽ വണ്ടിയാണ്. ഓക്കെ, LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവറിന്റെ വരുന്ന മോഡലാണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. തട്ടുമുട്ട് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനത്തെ വണ്ടികൾ എടുക്കാറില്ല. മേജർ റീപ്ലേസ് ഉള്ള ഒരു വണ്ടികളും ഇല്ല. വെള്ളം കയറിയ വണ്ടി ഉണ്ടാവാറില്ല. റെഡ് വണ്ടികൾ ടോട്ടൽ ലോസ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പൊ ഇതിനെത്ര നമ്മൾ വില പറയുന്നത്? ഇത് നമുക്ക് 2,25,000 രൂപ ഫൈനൽ കൊടുക്കാം. നെറ്റ് പ്രൈസ് ആണ്. 2.25 ലക്ഷമാണ് ഫൈനൽ റേറ്റ് ആണ്. 2013 വണ്ടിയാണ്. 80 ഓടിയിട്ടുള്ളൂ. 13 നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? ഫിനാൻസ് ചെയ്യാം. ഒരു 1.5 വർഷം 2 വർഷത്തോളം ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 13 വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 80,000 എന്ന് പറയുമ്പോൾ വലിയ ഓട്ടോ ഓടിയ വണ്ടി അല്ല, കുഴപ്പമില്ല. ക്വാളിറ്റി ഉണ്ട്, പുറമേ നിന്ന് നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. അടുത്ത ഹോണ്ട അമേസ് ഡീസൽ. മൈലേജ് കിങ് 22 കിലോമീറ്റർ ഏറ്റവും ചുരുങ്ങിയത് കിട്ടും. മൈലേജ് കിട്ടും. ഏതാ മോഡല്? 2013 വണ്ടിയാണ്. ഓക്കെ, ഇത് സ്പെയർ കീ, സർവീസ് ബുക്ക് കാര്യങ്ങൾ, ഫുൾ കവർ ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള 2nd ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. നമുക്കൊരു 3.4 ആസ്കിങ്. 3.15 കൊടുക്കാം. 3,15,000 അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1.40 ഓടിയിട്ടുണ്ട്. 1.40 ഓടിയിട്ടുണ്ട്. ഇത് ഏതാ വേരിയന്റ്? SMT. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റിയറിംഗ് കൺട്രോൾ, ഇംബിൾഡ് സ്റ്റീരിയോ ഒക്കെ വരുന്ന മോഡലാണ്. S വേരിയന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. മാനുവൽ. ഓക്കെ, ഡീസൽ മാനുവൽ ആണ് വണ്ടി. നല്ല മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. 3.15 അല്ലേ? 3.15. ചെറിയ വ്യത്യാസങ്ങൾ ചെയ്തും കൊടുക്കാം. ഫിനാൻസ് ചെയ്ത് തരാം. 2.5 വരെ ഫിനാൻസും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിന് എത്ര വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഒരു 2.5 വർഷം ചെയ്ത് തരാം. 2.5 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അടുത്തത് 2015 ഡിസംബർ 16 ഫസ്റ്റ് വണ്ടിയാണ്. ഓക്കെ, ഓൾട്ടോ 800 VXi ആണ്. ഇതിന്റെ പ്ലസ് പോയിന്റ് 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടി. ടയർ ഭാഗങ്ങളെല്ലാം പക്ക. ഫുൾ കവർ ഇൻഷുറൻസ്, സ്പെയർ കീ, സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രോപ്പർ സർവീസ് പോയിക്കണം. ഒരു പോളിഷ് പോലും ചെയ്യാത്ത നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. നല്ല തിളക്കമുണ്ട്. പോളിഷ് പോലും ചെയ്തിട്ടില്ല വണ്ടിയിൽ. പോളിഷ് കൂടി ചെയ്യുമ്പോൾ അടിപൊളിയാവും. അതെ, 40,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. VXi ആണ്. സാധാരണ 899% വണ്ടി LXi ആണ്. ഇത് VXi ആണല്ലേ? VXi. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത്? ഇത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. അപ്പോൾ വില 2.40 കൊടുക്കാം. ലാസ്റ്റ് 2,40,000 അല്ലേ? 2 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി നല്ല പ്രൊഫൈലുള്ള ആൾക്കാരെ കുറച്ചുകൂടി ലോൺ കൂട്ടി കൊടുക്കാം. 2.25 ഒക്കെ ചെയ്ത് കൊടുക്കാം. എറണാകുളം രജിസ്ട്രേഷൻ ആണ്. 7 വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ളുണ്ട്. അടുത്തത് സെലേറിയോ. ഇത് മാനുവൽ ആണ്. 2015 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, പുതിയ ഫുൾ കവർ ഇൻഷുറൻസ്, പ്രോപ്പർ സർവീസ് കമ്പനി പോയേക്കുന്ന വണ്ടിയാണ്. ഇത് 3,10,000 രൂപ കൊടുക്കാം. നമുക്ക് ഏകദേശം 2.25, 2.80 ഒക്കെ ഒരു 10, 30, 40 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും അല്ലേ? ഇത് എത്ര ഓടിയുണ്ട് വണ്ടി? ഇത് 1.20. ഫസ്റ്റ് ഓണർഷിപ്പ്. ഇതും VXi ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ മാനുവൽ ആണ് വണ്ടി.
2031-30 ലാസ്റ്റ് ഒരു പേപ്പർ ഉണ്ട്. അടുത്തത് ഡാറ്റ്സന്റെ മറ്റേ 7 സീറ്റർ അല്ലേ ഇത്? അതെ, ഡാറ്റ്സൺ ഗോ പ്ലസ്. ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 7 സീറ്ററിൽ ചെറിയ ബഡ്ജറ്റ് കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അലോയി ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്പെയർ കീ, സർവീസ് ബുക്ക് എല്ലാം ഉള്ള വണ്ടി അല്ലേ? ഏതാ മോഡല്? 2015 ലാസ്റ്റ് വണ്ടിയാണ്. 15 ലാസ്റ്റ് മോഡൽ വണ്ടി. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടി? 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. എക്സ്ട്രാ ക്വാളിറ്റി ഉണ്ട്. അലോയി കാര്യങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടയം രജിസ്ട്രേഷൻ ആണ്. ചെറിയൊരു ബഡ്ജറ്റിന് 7 സീറ്റർ കിട്ടും. നമുക്ക് 2,10,000 രൂപ കൊടുക്കാം. 2,10,000 7 സീറ്റർ വണ്ടി കേട്ടോ. ഏകദേശം നമുക്ക് ലോണും അത്രയൊക്കെ തന്നെ ചെയ്തു കൊടുക്കാം. മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റും. മാക്സിമം ചെയ്യാം. 1.25-2 ഇടയ്ക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കാം. മോഡൽ 2015 ഉണ്ട്. 5 വർഷം വരെ ലോണും ചെയ്ത് കൊടുക്കാം. ചെറിയ EMI ആക്കി കൊടുക്കാം. ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. മാക്സിമം EMI കുറച്ച് ചെയ്ത് കൊടുക്കാവുന്ന മോഡലാണ്. ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. സിവിൽ സ്കോർ ഉണ്ടായിരിക്കണം കേട്ടോ. പ്രൊഫൈൽ കറക്റ്റ് ആണെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കാം. അടുത്ത മൈക്ര. അടുത്തത് 2011 മൈക്ര. ഡീസലാണോ? പെട്രോള് XV ആണ്. ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? എന്ന് പറഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോള്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ ലൈൻ, അങ്ങനെയുള്ള മോഡൽ. 2011 31 വരെ പേപ്പർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ്, പുതിയ ടാക്സ്. 5 വർഷത്തേക്ക് നോക്കണ്ട. ക്വാളിറ്റി ഉണ്ട് അല്ലേ? 1,02,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന പെട്രോൾ മാനുവൽ. ചെറിയൊരു ബഡ്ജറ്റിന് കൊടുക്കാം. നമുക്ക് 1,70,000 രൂപ കൊടുക്കാം. 5 വർഷം പേപ്പർ എടുത്ത വണ്ടി. അതെ, 1,70,000 ഈ കിടക്കുന്ന വണ്ടി. ടോപ്പ് എൻഡ് വണ്ടി കിടക്കുന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ്മെന്റ് മേജർ റീപ്ലേസ്മെന്റ് ഒരു വണ്ടിക്കില്ല. അടുത്ത ഗ്രാൻഡ് ഐട്ടൺ. ഇതും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ. ഇത് ആസ്ത എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാ. കമ്പനി അലോയ് ഒക്കെ വരുന്നുണ്ട്. കമ്പനി അലോയില് ബാക്ക് വൈപ്പർ, മിറർ ഫോൾഡിങ്, എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏതാ മോഡല്? 2019 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ. പ്രോപ്പർ കമ്പനി സർവീസ്, സ്പെയർ കീ, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. നമ്മുടെ അടുത്തൊരു 50% വണ്ടികളിലും ഇതുണ്ട്. സ്പെയർ കീ, സർവീസ് ബുക്കും ഒക്കെ എല്ലാം ഉണ്ടാവും. പറച്ചിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നതാണ്, നമ്മൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇതിന് എത്ര വില പറയുന്നത്? ഇത് നമുക്ക് 4,10 ആസ്കിങ് 4 റേഞ്ച് കൊടുക്കാം. 4 ലക്ഷം. 2019 മോഡലാണ്. 19 മോഡലാണ്. 5 വർഷം ലോണും ചെയ്ത് കൊടുക്കാം. 5 വർഷം ലോൺ ചെയ്യാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാൻ പറ്റും അല്ലേ? ഓക്കെ. അടുത്തത് ലീവ. 2017 മോഡല് VX ടോപ്പ് എൻഡ്. അന്നത്തെ ടോപ്പ് എൻഡ്. പെട്രോൾ അല്ലേ? പെട്രോൾ മാനുവൽ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. കമ്പനി അലോയ് വരുന്ന മോഡലാണ്. അലോയ്, ബാക്ക് വൈപ്പർ, ഫോൾഡിങ് എല്ലാം വരുന്ന ടോപ്പ് എൻഡ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിനും സ്പെയർ കീ, സർവീസ് ബുക്ക്, കമ്പനി ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. ഫുൾ കമ്പനിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,40. കമ്പനി സർവീസ് ഓടിയ വണ്ടി. ഓക്കെ. അപ്പൊ വില ഏകദേശം 5 ലക്ഷം രൂപ അടുത്ത IDV ഉണ്ട്. ഇത് നമുക്കൊരു ഓഫർ വില കൊടുക്കാം. 4.5 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. 4.5 ലക്ഷം രൂപ. 17 മോഡല് VX. നല്ല സിബിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 4 രൂപ 17 മോഡല് സ്വിഫ്റ്റ് പോലും കിട്ടത്തില്ല. അപ്പൊ ആ റേറ്റിലാണ് നമ്മൾ സ്ലീവ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അടുത്ത മാരുതിയുടെ ഒരു ഓൾട്ടോ കേട്ടൺ VXi ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 70,000 കിലോമീറ്റർ ഓടുള്ളൂ. അലോയി ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പോളിഷിങ്ങിന്റെ കുറവുണ്ട്. നമുക്ക് അത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ റേറ്റ് കുറച്ച് കൊടുക്കാം. അതെങ്കിലും ചെയ്തു തരും, അല്ലെങ്കിൽ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ റേറ്റ് എത്ര പറയുന്നത്? നമുക്ക് 1.75 ലാസ്റ്റ് കൊടുക്കാം. 1.25 അല്ലേ? 13 മോഡൽ VXi കേട്ടണാണേ. 13 മോഡലിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാലോ? ഫിനാൻസ് ചെയ്യാം. 2 വർഷം വരെ ചെയ്ത് കൊടുക്കാം. 2 വർഷം വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇതിന് എത്ര മാക്സിമം കയറും? ഒരു 1.25 to 1.5 ഉള്ളിൽ ഒരു 50 രൂപ മാക്സിമം മതി. ഡൗൺ പേയ്മെന്റ് അടച്ചാൽ. സെക്കൻഡ് ഓണർ 70,000 കിലോമീറ്റർ VXi. അടുത്തത് റെനോൾട്ടിന്റെ കിഡ് ക്ലൈംബർ എന്ന് പറഞ്ഞ ക്ലൈംബർ ഫുൾ ഓപ്ഷൻ ആണ്. RXT എന്ന മോഡലാണ്. 1000 cc ആണ്. നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവുന്ന ഒരു വണ്ടിയാണ് കിഡ്. എപ്പോഴും ഓർമ്മ സ്റ്റോക്ക് ഉണ്ടാവും. ഇത് ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ ആണ്. 2017 നല്ല സ്കൂഡിയോ സീറ്റ് കവർ കാര്യങ്ങള്. സെക്കൻഡ് ഓണർഷിപ്പ്. 80,000 കിലോമീറ്റർ. ഇത് 1000 cc ആണ്. ഇത് ചെറിയ വില കൊടുക്കാം. 2,25,000 രൂപ ഫൈനൽ കൊടുക്കാം. 2.25 അല്ലേ? 2.25 ആണ് ഇതിന് പറയുന്ന വില. ഇതിന് ഫിനാൻസ് ചെയ്യാൻ പറ്റും. 2 രൂപ ഫിനാൻസ് ചെയ്യാം. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 25,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ കിടക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. മേജറായിട്ട് ഇഷ്യൂ ഒന്നും ഉള്ള വണ്ടിയല്ല കേട്ടോ. അടുത്ത ടിയാഗോ 2019 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. XT ഓപ്ഷനിൽ എന്ന് പറഞ്ഞ മോഡലാണ്. 50,000 കിലോമീറ്റർ ഓട്ടുള്ളൂ. 7 വണ്ടിയാണ്. സ്പെയർ കീ, സർവീസ് ബുക്ക് എല്ലാം അവൈലബിൾ ആണ്. XT ഓപ്ഷണൽ എന്ന് പറയുമ്പോൾ
മിറർ അഡ്ജസ്റ്റബിള്, കമ്പനി ഇമ്പിൾഡ് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോള് എല്ലാം ഉണ്ടാവും അല്ലേ? അത്യാവശ്യം ഫീച്ചേഴ്സ്. XZ-ന്റെ തൊട്ട് താഴെ ഉള്ളത്. അത് അലോയ് ഉണ്ടാവില്ല, ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വില എത്ര പറയുന്നത് അപ്പോൾ? ഇത് നമുക്ക് 3.5 ലക്ഷം രൂപ കൊടുക്കാം. 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ഉണ്ട്. 3.5 ലക്ഷം രൂപ അല്ലേ? 19 ലാസ്റ്റ് വണ്ടിയാ. ചെറിയൊരു ഫാൻസി നമ്പർ ഒക്കെ വരുന്ന മോഡലോ. 4242 KL7 ആണ് വണ്ടി വരുന്നത്. അടുത്തത് ഓട്ടോമാറ്റിക് ആണ്. ഇതും നമുക്ക് ആ ഒരു ഫുൾ ഫിനാൻസിനടുത്ത് ചെയ്യാവുന്ന വണ്ടിയാണ്. റോഡായതുകൊണ്ട് ഇച്ചിരി സൗണ്ട് ക്ലിയർ കുറവുണ്ട്. റോഡ് സൈഡ്. ഇത് കേട്ടനാണോ? കേട്ടൻ VXI ഓട്ടോമാറ്റിക് ആണ്. അപ്പോ കേട്ടൻ VXI ഓട്ടോമാറ്റിക് 2018 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 44,000 കിലോമീറ്റർ VXI ഓട്ടോമാറ്റിക്. 44,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ റേറ്റ് എങ്ങനെയാ പറഞ്ഞത്? നമുക്ക് 3,25,000 രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. ഇതെന്താ 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ ഫിനാൻസ് ചെയ്ത് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഏകദേശം ഒരു 10-25 രൂപ പൂരൊക്കെ ഉണ്ടെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാം. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിന് വലിയൊരു വണ്ടി കൊടുക്കാം. ചെറിയ ബഡ്ജറ്റിൽ വലിയൊരു വണ്ടി കാണുമ്പോൾ വലുതെല്ലാം തോന്നും, പക്ഷേ ഇത് 6 പേർക്ക് ഇരിക്കാവുന്ന വണ്ടിയാണ്. 6 സീറ്റർ വണ്ടിയാണ്. മഹീന്ദ്രയുടെ 2018 മോഡൽ K2 ആണ്. പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ്, സ്പെയർ കീ, സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. 3 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 3 ലക്ഷം രൂപയ്ക്ക് 6 സീറ്റർ വണ്ടി കേട്ടോ. 2018 ലാസ്റ്റ് വണ്ടിയാണ്. കിലോമീറ്റർ ലോയാ. ഒരു 2.5 റേഞ്ചിൽ ലോണും ചെയ്ത് കൊടുക്കാം. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്? AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ്. ഇതിന് നടുക്കൊരാക്കി ഇരിക്കുക, അങ്ങനെയാണ് 6 സീറ്റർ എന്ന് പറയുന്നത്. മുമ്പിൽ 3, ബാക്കിൽ 3, അങ്ങനെ 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. KUV അല്ലേ? അപ്പോൾ അടുത്തൊരു ഗ്രാൻഡ് ഐട്ടൺ 2014 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു. ഇപ്പൊ നമ്മുടെ പേരിലേക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്ര ഓടിയുണ്ട്? ഇത് 1-ന് ഓടിയിട്ടുള്ളൂ. പുതിയ ഫുൾ കവർ, 3 ലക്ഷം രൂപ IDV പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. മാഗ്ന ആയതുകൊണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റബിൾ എല്ലാം വരുന്നുണ്ട്. ഇത് മാക്സിമം ഫിനാൻസും ചെയ്യാവുന്ന വണ്ടിയാണ്. അപ്പോൾ 2,85,000 രൂപ കൊടുക്കാം. ഫിനാൻസ് ഫുള്ള് കയറും. ഒരു 2.5 ഒക്കെ എന്തായാലും ഫിനാൻസ് കയറും. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉള്ള മോഡലാണ്. സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടികളുണ്ടോ? ഉണ്ട്. പ്രൊഫൈൽ കസ്റ്റമറെ നോക്കിയിട്ട് പറയാമല്ലോ. നമ്മൾ വെറുതെ ഫുൾ സീറോ ഡൗൺ പേയ്മെന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വെറുതെ പ്രതീക്ഷ വന്നിട്ട് കാര്യമില്ലല്ലോ. കസ്റ്റമർ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കാം. അപ്പൊ ടിയാഗോയൊക്കെ നമുക്ക് ഫുൾ കയറുന്ന വണ്ടികളാണ്. പ്രൊഫൈൽ സ്കോർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. അത് മുമ്പ് ലോൺ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് അടച്ചിട്ടുണ്ടായിരിക്കണം. സിബിൽ സ്കോർ 750 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റ് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് 2 ഗുഡ്സ് വണ്ടികളും ഉണ്ട്. വേണമെങ്കിൽ അതും ഇതിന്റെ ഇടയ്ക്ക് കൂടെ കാണിച്ചു കൊടുക്കാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സോൾഡ് ആണല്ലേ? അപ്പൊ അതും കൂടി ഒന്ന് പറഞ്ഞു. ഒരു ദോസ്തും ഒരു പിക്കപ്പും 2 സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ്. ഒരു ദോസ്തും ഒരു ബലേറോ പിക്കപ്പും അല്ലേ? 2019 മോഡല്, 70,000 കിലോമീറ്റർ ഓടിയേക്കണു. പവർ സ്റ്റിയറിംഗ് വരുന്ന പുതിയ പേപ്പറുള്ള വണ്ടി. പുതിയ പേപ്പർ, എല്ലാ പേപ്പറും, ടാക്സ്, ടെസ്റ്റ്, ഇൻഷുറൻസ് എല്ലാം വരുന്നുണ്ടല്ലേ? നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമ്മൾ ഗുഡ്സ് വണ്ടികൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ചെയ്യുന്നുള്ളൂ. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമുക്ക് 4,25,000 രൂപ 19 വണ്ടി കൊടുക്കാം. 4,25,000 അല്ലേ? 25-ന് 19 വണ്ടി പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കുന്നതായിരിക്കും. അടുത്ത കിടക്കുന്നത് ബൊലേറോയുടെ, അത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2013 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. 2013 സിംഗിൾ ഓണർഷിപ്പ്. ഇത് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാ. ഇതൊക്കെ എത്ര ഓടി ഉണ്ടാവും? ആ ദോസ്ത് എത്ര ഓടി? ദോസ് 1-ന് താഴെ 70-75 ഇട്ടുള്ളൂ. ഇത് 1.30 ഓടിയിട്ടുള്ളൂ. നമ്മുടെ ലോക്കലിൽ ഉണ്ടായിരുന്ന വണ്ടിയാ. 1 ലക്ഷം രൂപ കൊടുത്ത് ബോഡി കെട്ടിയ വണ്ടിയാ. ബോഡി കെട്ടിയിട്ടുണ്ട്. ചാനൽ വണ്ടിയാ. ഗ്രാഫിക്സ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഈ സി ചാനൽ സെപ്പറേറ്റ് ചെയ്താണല്ലേ? ഭയങ്കര സ്ട്രോങ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്, പുതിയ പേപ്പർ എടുത്ത വണ്ടി. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഇത് 3,25,000 രൂപ കൊടുക്കാം. 3.25 അല്ലേ? 3.25. ചെറിയ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തും കൊടുക്കാം. ഫിനാൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. 2 വണ്ടിക്കും ചെയ്ത് കൊടുക്കാം. 2 വണ്ടിക്ക് ഫിനാൻസ്. ഇത് ഓൾ വീൽ ഡ്രൈവ് ആണോ? 2 വീൽ ഡ്രൈവ് ആണ്. മാക്സി ട്രക്ക് പ്ലസ്. അടുത്ത ഒരു ചെറിയ വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിന് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2013 2-ാം മാസം വണ്ടി. ഇയോൺ ഡിലൈറ്റ് പ്ലസ് ആണ്. 1.20 ഓടിയിട്ടുണ്ട്. ചെറിയ ബഡ്ജറ്റ് കൊടുക്കാം. 1,40,000 രൂപ കൊടുക്കാം. 45 ചോദിക്കുന്നത് അല്ലേ? 13 അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ്. പവർ വിൻഡോ വരുന്നില്ല. AC പവർ സ്റ്റിയറിംഗ് വരുന്നുള്ളൂ. അഡീഷണൽ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ആ ഒരു ബഡ്ജറ്റിന് പറ്റിയ വണ്ടിയാണ്. 1.45 അല്ലേ? 2 വർഷത്തോളം പേപ്പറും ഉണ്ട്. 13 അല്ലേ? 13 ഫിനാൻസ് ചെയ്യാലോ? ഫിനാൻസ് ചെയ്യാലോ. 1.5 വർഷമൊക്കെ ചെയ്തു തരാം. ഡിസൈർ ടാക്സി ഉണ്ട്.
2014 വണ്ടിയാണ്. ഓക്കെ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതാ പ്ലസ് പോയിന്റ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? ഡീസൽ വണ്ടിയാണ്. അപ്പോൾ എത്ര 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ? ഓണർഷിപ്പ് നിലവിൽ തേർഡിലേക്ക് മാറിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ആൻഡ്രോയിഡ് റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം, നമുക്ക് പുതിയ ഇൻഷുറൻസ് കൊടുക്കും. 2.5 ലക്ഷം രൂപ കൊടുക്കാം. നല്ല ടയറും കിടപ്പുണ്ടല്ലോ നാളെ. 2.5 രൂപ നമുക്ക് 14 ഉണ്ട്. യൂബറോ ഓല എന്ത് ഓടിക്കാം. തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടിയാണ്. അത്യാവശ്യം ടയർ കണ്ടീഷൻ വണ്ടി കിടപ്പുണ്ട്. 2 രൂപ വരെ ഫിനാൻസും ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്തൊരു എസ്റ്റിലോ. ഇത് 2011 വണ്ടി. ഇപ്പൊ പുതിയ പേപ്പർ ഒരാഴ്ചയായിട്ട് എടുത്തിട്ട് പുതിയ ടാക്സ്, ടെസ്റ്റ്, ഇൻഷുറൻസ് എല്ലാം കഴിഞ്ഞ് നടക്കുകയാണ്. ഇനി കസ്റ്റമറിന് 5 വർഷത്തേക്ക് ഓടിക്കാം. 31 വരെ ഓടിക്കാം. 31 വരെ ഫിറ്റ്നസ് ഉണ്ട്. കെ സീരീസ് വരുന്ന വണ്ടിയാണ്. ഇത് കുറച്ചാളെ നമ്മളിത് കിടക്കണം. നമ്മളിപ്പോ റിന്യൂവൽ ചെയ്ത വണ്ടിയാണ്. നമുക്ക് അതുകൊണ്ട് ഒരു ഓഫർ വിലക്ക് കൊടുക്കാം. ഇത് 1000 അല്ലേ? ഇത് 1.2 1.2 ആണല്ലേ? ഓക്കെ. അത്യാവശ്യം പവർ ഉണ്ടാവും വണ്ടിക്ക്. അത്യാവശ്യം പവറുള്ള വാഗണറിന്റെ കെ സീരീസിൽ വരുന്ന സെയിം എഞ്ചിൻ വരുന്നതാണ്. ഓക്കെ. ഇത് നമുക്ക് ഫൈനലാണ് 1.5 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. 1,50,000 രൂപയ്ക്കാണ് 5 വർഷത്തേക്ക് പേപ്പറുള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 1.2 വരുന്ന എസ്റ്റിലോട്ടോ. ഫുൾ സസ്പെൻഷൻ കാര്യങ്ങളും മെക്കാനിക്കൽ എല്ലാ ഭാഗങ്ങളും പക്കയാണ്. അപ്പോൾ ഗൈസ്, ഇനി ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ട്. എല്ലാം കൂടി ഒറ്റ വീഡിയോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ ആ വീഡിയോ നമ്മൾ അടുത്ത ഒരു പാർട്ടായിട്ട്, അതായത് ഈ വീഡിയോ കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോ ആ സൈഡിൽ കിടക്കുന്ന വണ്ടികളായിരിക്കും. അപ്പോൾ ഇന്ന് ചെയ്ത വണ്ടികൾ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയി നമുക്ക് ഫിനാൻസ് ഫെസിലിറ്റി ഓൾ കേരള ഡെലിവറി, ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. പിന്നെ ചെക്കിംഗ് വാറണ്ടി ഉണ്ട്. മേജർ കംപ്ലൈന്റ് എന്തുണ്ടെങ്കിലും ഒരു 7 ദിവസം കൊണ്ട് കൊണ്ടുവന്ന ക്ലിയർ 7 ദിവസം കൊണ്ട് കൊണ്ടുവന്നാൽ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് കംപ്ലൈന്റ് കണ്ടുപിടിക്കാമല്ലോ. ഒരു ദിവസം മതി കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഇല്ല. മേജർ പ്രശ്നങ്ങൾക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോ പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി വിൽക്കാണ്ടെങ്കിലും സമീപിക്കാം. പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട്. എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാനായിട്ട് കോൺടാക്ട് നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട്. കാറ്റലോഗ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഉണ്ടാവും. പിന്നെ കാറ്റലോഗില് പ്രൈസ് നോക്കണ്ട. നമ്മൾ ഇത് വീഡിയോയിൽ മാക്സിമം കുറച്ചാണ് പ്രൈസ് പറയണത്. കാറ്റലോഗിൽ പ്രൈസ് കൂടുതലായിരിക്കും. നോർമൽ പ്രൈസ് ആണ് കാറ്റലോഗ് ഇട്ടേക്കുന്നത്. വീഡിയോ നമ്മൾ ഓഫർ ആയിട്ട് ചെല്ലാൻ പറ്റും കുറച്ചാണ് പറയണത്. പിന്നെ വീഡിയോയിൽ പറയുന്ന റേറ്റും ചില വണ്ടികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നേരിട്ട് വരിക, വണ്ടി നോക്കുക, നമ്മൾ പറയുന്നത് നിങ്ങൾ കേൾക്കുക വേണ്ട. നിങ്ങൾ വണ്ടി ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് വരിക. അത്യാവശ്യം മോഡൽ കൂടി എല്ലാ വണ്ടിയുടെ ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കാണിച്ചു കൊടുക്കും. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, മെക്കാനിക്കിനെ കാണിക്കാം. ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് കൊണ്ടുപോകാം. ഇപ്പൊ എറണാകുളം അങ്ങനെ ദൂരത്തേക്ക് മാത്രമാണ് കൊണ്ടുപോകാൻ ഓപ്ഷൻ ഇല്ലാത്ത. ഇവിടെ അടുത്ത് എവിടെ വെള്ളം കൊണ്ടുപോകാം. മാരുതി, ഹുണ്ടായി, വോൾക്സ്വാഗനൊക്കെ നമ്മുടെ തൊട്ടടുത്തുണ്ട്. ടൊയോട്ട, മൂവാറ്റുപുഴ ഉണ്ട്. ബാക്കി ഇവിടെ ഇല്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് ബുദ്ധിമുട്ട്. ബാക്കി എല്ലാം നമുക്ക് എല്ലാത്തിനും നമ്മൾ സഹകരിക്കുന്നതാണ്. അപ്പോൾ വരിക, വണ്ടി എടുക്കുക. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മലമുറി എന്ന് പറയുന്ന സ്ഥലത്താണ്. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.